അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിതൊരു നാടൻ ഒരു ചമ്മന്തിയാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചുവന്നുള്ളിലാണ് ഈ സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങയും നമ്മുടെ എന്താ പറയുന്നത് പുളി, വാളംപുളി കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. ഇത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ചുവന്നുള്ളിയുടെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് ചെയ്യുമ്പോഴല്ലോ വെളിച്ചെണ്ണ തന്നെ ചെയ്യാനൊന്നും നോക്കണേ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കറിവേപ്പില അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഉള്ളിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുന്നത് വളരെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അത്യാവശ്യം എരിവ് വേണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാശ്മീരി മുളകാണ് ഇട്ടുകൊടുക്കുന്നത്. ഒരു 4-5 എണ്ണം എടുത്തിട്ട് ചെറിയ പീസുകളാക്കി ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന് അത്യാവശ്യം എരിവ് വേണമല്ലോ. അപ്പോൾ അതിന് നമ്മുടെ നാടൻ മുളക്, സാധാ മുളക്, വറ്റൽമുളക് നാടനാണല്ലോ ഇതിൻ്റെ മെയിൻ. അതിൻ്റെ ഒരു 3-4 എണ്ണം എടുക്കുക. നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് എടുക്കുക. ചമ്മന്തി ആകുമ്പോഴത്തേക്ക് എരിയും കാര്യങ്ങളൊക്കെ ഒന്ന് മുമ്പ് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുളകും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് മൂത്ത് വേണം. അപ്പോൾ ആ നേരത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ, നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലവന്മാരെല്ലാം കൂടി ഇട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരാളെ കൂടി ഇടാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിന് പുളി വേണം. അപ്പോൾ ഒരു നമ്മുടെ വാളംപുളി ഇനി ഉണ്ടല്ലോ ഒരു മീഡിയം എന്താ പറയുക ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന്, അതായത് ഈ നമ്മുടെ തേങ്ങ ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ പരിപാടിക്ക്. അപ്പോൾ അതേ നമ്മുടെ ഉണ്ടല്ലോ തേങ്ങയും നമ്മുടെ മുളക് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് എന്താ പറയുന്നത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് ഇതൊന്ന് കോരി മാറ്റാം. തേങ്ങ കരിഞ്ഞു പോവാ, അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് എടുക്കാവേ. അപ്പൊ ഇനി ഇത് നമുക്കുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തിട്ട് നമുക്ക് ഇന്ന് ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് നമുക്കൊന്ന് അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വെള്ളം ചേർക്കാതെ വേണം ചേർക്കില്ലേ. അപ്പൊ ഇതൊന്ന് കോരി മാറ്റി ഇതൊന്ന് തണുപ്പിച്ച് ഇപ്പൊ റെഡിയായി കൊണ്ടുവരും. അപ്പോൾ ഉണ്ടല്ലോ നമ്മളിതേ നമ്മുടെ സംഭവം എല്ലാം അരച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തായിരുന്നു, പച്ച വെളിച്ചെണ്ണ. അത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ആ മിക്സിയുടെ ജാറിൽ തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഇത് ഞെരടി എടുക്കത്തില്ല, എല്ലാം കൂടെ കൂട്ടി എടുക്കത്തില്ലേ, ആ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കണം. അത് എണ്ണയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അരച്ചെടുത്ത് നല്ല കിടുക്കാച്ചി ചമ്മന്തി റെഡിയാക്കി. നമുക്കിത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചുമന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് കിടുക്കാച്ചി ഒരു ചമ്മന്തി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപേണ ഒന്ന് എഴുതുക. പിന്നെന്താ പറയുന്നത്, ആദ്യമായിട്ട് എല്ലാ സുഹൃത്തുക്കളിൽ നിന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചമ്മന്തിയല്ലേ. അതെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു നല്ല കിടുക്കാച്ചി റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളെ കാണാം. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm